ഇന്ന് ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ 2ാം ദിവസമാട്ടോ. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എണീറ്റപ്പോഴേക്കും കോഴിയൊക്കെ കൂവിപ്പോയി. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, രാവിലെ തന്നെ എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ ടെൻറ്റിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും അത് നല്ലോണം ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറാനും പുഴുക്കളൊക്കെ കയറാനും നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റൊരു വൈബാട്ടോ ഈ കാണുന്നത്. എൽദോ പിന്നെ ഞാൻ വരാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരുന്നൊന്നുമില്ല. എൽദോ നേരത്തെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൽദോ കാപ്പിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൽദോനെ പുകഴ്ത്തി പറയുമല്ലോ കേട്ടോ, അവൻ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അവനുണ്ടാക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര കൈപ്പുണ്യമാണ് അവന്. ഇന്നത്തെ ദിവസം ഞങ്ങളൊരു 2 hours ഹൈക്കിംഗ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ മെയിൻ ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എൽദോ ഏറ്റെടുക്കും കേട്ടോ. കാരണം എൽദോന് ഭയങ്കര ഇങ്ങനെ വൃത്തിയുള്ള ആളാണ്. പാക്കിംഗ് ഒക്കെ കണ്ടാലും നല്ല വൃത്തിയിലങ്ങ് ചെയ്യും. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കഴിക്കാനും ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായി. ഇവനെ കണ്ടിട്ട് എൽദോ പറഞ്ഞു ഒട്ടകപക്ഷിയാണ്. എനിക്ക് ഒട്ടകപക്ഷിയുടെ മീനിങ് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് എൽദോ ഗൂഗിൾ നോക്കുമ്പോൾ ഓസ്ട്രിച്ചിനെയാണ് ഇവൻ ഒട്ടകപക്ഷി എന്ന് പറയണേന്ന് എനിക്ക് മനസ്സിലായത്. അമ്മേ, ഹൈക്കിങ്ങിന് പോകുന്നത് മുന്നേ ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാഡ്മിൻ്റൺ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല എനർജി ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പാക്കിംഗ് കഴിഞ്ഞതോടെ നമ്മൾ നമ്മുടെ ഹൈക്കിംഗ് ഏരിയയിലോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. കാരണം 2 മണിക്കൂർ ഹൈക്കിംഗ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നമുക്കിവിടെ കുറേ ഹൈക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. സോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും, നമുക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എത്ര മണിക്കൂർ എടുക്കും, ഓൾറെഡി എല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെഡർ ഹൈക്കിംഗ് ട്രെയിൽ ചൂസ് ചെയ്തു. കാരണം ഞങ്ങൾ അത് നോക്കുമ്പോൾ 2 മണിക്കൂറുടെ ദൂരമുണ്ട്, പ്ലസ് ഒരു ചെറിയൊരു വ്യൂ ഏരിയ, പ്ലസ് ബീച്ച് ആക്സസ്സും അങ്ങനെ ഉണ്ടായിരുന്നു. ബീച്ച് എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര നേരം വേണമെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ പോകാമെന്ന് വിചാരിച്ചേ. ഏതാണ്ട് ഒരു ഉച്ചയൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു. സൺസ്ക്രീനൊക്കെ തേച്ച് എത്ര തേച്ചാലും വേർത്തങ്ങ് ഒഴുകുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ നല്ല രസമായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു തണലും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്രയും നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. 2 മണിക്കൂറുടെ യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി എൽദോ പാക്ക് ചെയ്ത് വെച്ച സ്നാക്സ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്ലസ് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളവും ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പോകുന്ന വഴിയിലൊന്നും വെള്ളം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. അതൊരു ലേക്ക് വ്യൂ പോയിന്റ് ആയിരുന്നു. ചുറ്റും ലേക്ക്, ആമ്പലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. സോ ഭയങ്കര നിശബ്ദത, കാറ്റ്, വെള്ളത്തിൻ്റെ ശബ്ദം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ട്രെയിൽ പോകുമ്പോൾ എപ്പോഴും എന്നെ എൽദോ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എപ്പോൾ ഇങ്ങനെ ട്രെയിൽ കണ്ടാലും ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഇത് ഫുൾ നാട്ടിലെ വൈബല്ലേ, നോക്ക് ചുറ്റും നോക്കുമ്പോൾ പച്ചില, പച്ചപ്പ്, ഹരിതാപകരം, ഇത് കാണുമ്പോൾ നാട്ടിലൊരു ഫീലല്ലേ എൽദോ എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നൂലേ ഇത് നാട്ടിലെ ഇതേപോലെ ഉണ്ടല്ലോ നാടും എന്ന് പറഞ്ഞിട്ട്. മെയിൻ ഇവിടെ സമ്മർ എന്ന് വെച്ചാൽ നാട്ടിൽ അതേ വൈബാട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ബീച്ചിലോട്ട് വന്നു കേട്ടോ. എന്ത് രസം അത് സീനറി കാണാന്നുണ്ടെന്ന് നോക്കിക്കേ. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന പോലെ നീലാകാശം, നീലക്കടൽ, മരുഭൂമി എന്നൊരു സ്ഥലത്താട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ 2 മണിക്കൂർ നടക്കാനുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നടക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് വർത്തിട്ടായിരുന്നു. കാരണം ഇത് നോക്കുമ്പോൾ അതാ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്. എനിക്ക് ബീച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ബീച്ച് നോക്കിയിരിക്കാം. എനിക്ക് ഭയങ്കര ഫുൾ എനർജി, ഫുൾ ഹാപ്പിനെസ് അങ്ങ് ഫീൽ ചെയ്യും ബീച്ച് നോക്കിയിരിക്കുമ്പോൾ. കാരണം അത്രയ്ക്കും പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, അത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഫീലിംഗ്, അതൊരു വേറെ തന്നെയാട്ടോ. ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ബിക്കോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ്. കപ്പിൾസിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്കിങ്ങനെ റെസ്റ്റോറൻറ്റ്സ് പോകുന്നതിനേക്കാളും ഇങ്ങനെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണതാട്ടോ ഇഷ്ടം. അതാകുമ്പോൾ നമുക്കിങ്ങനെ രണ്ടുപേർക്കും കുറേ സംസാരിക്കാം, കുറേ ഓപ്പൺ അപ്പ് ആവാം. അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു വൈബാട്ടോ. നിങ്ങളും അങ്ങനെയാണോ? നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണത് എങ്ങനെയാണ്? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. അപ്പോൾ ഇനി കാണുന്നത് വരെ ബൈ ബൈ.